ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ പച്ചക്കറികളെല്ലാം വെച്ച് ഒരു സാമ്പാറും അവിയലുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി എല്ലാം ഇത് അരിഞ്ഞു വെച്ച ശേഷം കാണിക്കും. അങ്ങനെ അവിയലിനും സാമ്പാറിനും ഉള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ സാമ്പാറും സ്പെഷ്യൽ അവിയലുമാണ്. അത് ബാക്കി ഇനി തീ കത്തിച്ച ശേഷം കാണിക്കാം. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളും അവിയലിനുള്ള കഷ്ണങ്ങളും ഒക്കെ റെഡിയായിട്ടുണ്ട്. ഇനി ഈ തിള വന്നു തുടങ്ങിയ വെള്ളത്തിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. നിറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞുപോയി. അതൊക്കെ വെന്ത് വരുമ്പോൾ ശരിയാവും. അവിയലിൻ്റെ കഷ്ണങ്ങൾ എടുത്തു. വെള്ളം കൂടിയോ നോക്കണം. ഇനി അടച്ച് വെച്ച് അതൊക്കെ വേവിക്കേണ്ടതുണ്ട്. ഇത് ഇടയ്ക്ക് വെച്ച് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും അവിയലിൻ്റെ കഷ്ണങ്ങളും ഒക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പകുതിക്ക് മേൽ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ സാമ്പാർ പൊടിയിൽ ഒരു മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഏതാണ്ട് 2 സ്പൂണോളം വരും. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയത് കുറച്ച് ഇളക്കുക. ഇനി സ്പെഷ്യൽ ഒരു സാധനമുണ്ട്. അത് പരിപ്പ് ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഇത് മത്തങ്ങയും ഒരു മുളകും 3 തക്കാളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിരിക്കുകയാണ്. ഒരു കഷ്ണം മത്തങ്ങയും തക്കാളിയും ഒരു കഷ്ണം മുളകും ചേർത്ത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് വെന്ത ശേഷമാണ് ചേർക്കുന്നത്. ഈ സമയത്ത് അവിയൽ വെള്ളം വറ്റി നോക്കണം. അവിയൽ ആയിക്കൊണ്ടിരിക്കുന്നു. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കണം. ഇപ്പോൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കുക. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ
തീ വേണ്ട, അടച്ചു വെച്ച് ആവിയിലത് എന്തോ ഈ സമയത്ത് അങ്ങനെ നമ്മുടെ സാമ്പാറിലുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് ഈ മത്തൻ അരച്ചതും കൂടെ ചേർക്കുന്നത് ഒരു കളർ കിട്ടും. അതെല്ലാം അടിപൊളി സാമ്പാറാണ്. ഇത് സ്പെഷ്യൽ സാമ്പാറാണ്. ഇതിൽ കായമില്ല, പരിപ്പില്ല, വാളംപുളിയില്ല. ഇത്രയും സാധനങ്ങൾ ഇല്ലാതെ ഉള്ള ഒരുതരം സ്പെഷ്യൽ സാമ്പാറാണ്. നിങ്ങൾക്ക് വയറിനൊരു ദോഷവും ഉണ്ടാക്കുന്നതല്ല. നല്ല ആഹാരം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സാധനമാണ്. ഇനി ഞാനിത് ഒന്നുകൂടെ റെഡിയായതിന് ശേഷം കാണിക്കാം. അവിയൽ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കരിവേപ്പില കിട്ടിയില്ല, ഉള്ള ഒരു കരിവേപ്പിലയും ഇട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ അത് നല്ല മതി. ഇത്ര ഒഴിച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണ്ട, എന്നാൽ അതിനൊരു സ്വാദ് കിട്ടുന്നതിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയാൽ അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ല അവിയൽ നല്ല സ്വാദായിരിക്കും. ഓക്കെ, ഇനി കാണിക്കാം. ഇന്നത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഓണക്കളരി ചോറ്, ഇത് അവിയൽ, ഇതൊരു ചീനിയമരയ്ക്ക കൊണ്ടൊരു തോരൻ, നമ്മളുണ്ടാക്കിയ സാമ്പാർ, ഇതെല്ലാം ഇതിലേക്ക് ഒഴിക്കുക. ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ഉണക്കമുളക് ചേർത്തിട്ടില്ല, വാളംപുളി ചേർത്തിട്ടില്ല, പരിപ്പ്, കായം, ഇത്രയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ ഒരു സാമ്പാറാണ് ഇത്. നിങ്ങൾക്ക് ഒരു നല്ല വയറിന് നല്ല കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ കഴിക്കാവുന്നതാണ്. ഗ്യാസൊന്നും ഉണ്ടാക്കത്തില്ല. ഗ്യാസിന് ഉണ്ടാവാതിരിക്കുന്നതിന് ഇങ്ങനത്തെ സാമ്പാർ ഉപയോഗിക്കുക. അവിയലും പുളിക്ക് വാളംപുളി ഒഴിവാക്കിയിട്ട് മാങ്ങ ആണ് ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.